ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ച് റോസ്റ്റ് കണ്ടാലോ. ഇതിൽ നമ്മൾ സ്പെഷ്യൽ മസാലക്കൂട്ടൊക്കെ പൊടിച്ചിടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ഒരു രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ കുറച്ച് കൊഞ്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മഞ്ഞൾപ്പൊടി, ഉപ്പും വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് അത്യാവശ്യം വലിയ ഇതായതുകൊണ്ട് നമ്മളൊരു 3 പീസാക്കി മുറിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചെറുതാണെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ഇട്ട് അത് ഉപ്പ് മഞ്ഞൾപ്പൊടി വെള്ളമൊക്കെ ഒഴിച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പെരിഞ്ജീരകം, അതുപോലെ തന്നെ കുറച്ച് കസ്കസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. ഏലക്ക ഇഷ്ടമുള്ളവരാണെങ്കിൽ 1-2 ഏലക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഏലക്കയൊന്നും ആഡ് ചെയ്ത് കൊടുക്കത്തില്ല. നമുക്ക് കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റാണ് വേണ്ടത്. അത് തന്നെയല്ല ഗരം മസാല അത് ആഡ് ചെയ്ത് കൊടുക്കണ്ട. നമ്മളിങ്ങനെ അപ്പം തന്നെ ഇതൊന്ന് ചൂടാക്കി എടുത്ത് പൊടിച്ചെടുക്കുക തന്നെ ചെയ്യുക. അപ്പോഴാണ് അതിന് കൂടുതലൊരു ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. അതിൽ ഗരം മസാലയും കൂടി ആഡ് ചെയ്യുവാണെങ്കിലും ഈ ഒരു കൂട്ടുകൂടെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് ഒന്ന് പൊടിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പിന്നെ അതിലേക്ക് നമ്മൾ സെയിം ചീച്ചട്ടിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടിച്ചു കൊച്ചുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടു. അപ്പം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. ഞാൻ വെളിച്ചെണ്ണയല്ല. അതുപോലെ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി തന്നെ ഇടുക. ഞാനിവിടെ കൊച്ചുള്ളിയും പിന്നെ ബാക്കി സവാളയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കൊച്ചുള്ളിയോ സവാള എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചോ തന്നെ ഇടുക, അരിഞ്ഞ് ഇടരുത്. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് സ്പൈസസ് ആയ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇത്രയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, ആ ഒരു കൂട്ടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ തക്കാളി, ഞാനിവിടെ ചെറിയ 2 തീരെ ചെറുതല്ല എന്നാലും അത്യാവശ്യം ഇതായിട്ടുള്ള 2 തക്കാളി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് 2 ആയിട്ടിടാം. ഞാൻ ആദ്യം കുറച്ചിട്ടു പിന്നെ കുറച്ചിട്ടു. അപ്പോൾ തക്കാളിയൊക്കെ കടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ 2 രീതിയിലിടുക. അല്ലെങ്കിൽ ഒന്നിച്ചൊരു ടൈമിൽ തന്നെ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ടിട്ട് നമ്മൾ ആദ്യം കുറച്ച് കുക്ക് ചെയ്യുന്നത് ഉപ്പിടുന്നുണ്ടല്ലോ. പിന്നെ ഇതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പിന്നെ കുറച്ച് കുരുമുളക് മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കുറച്ച് ടേസ്റ്റ് എൻ്റെ ഇടയ്ക്ക് ഒന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്പൈസസ് അപ്പം തന്നെ വറുത്ത് പൊടിച്ച് മാക്സിമം ഇടുക. അതാണ് ഏറ്റവും ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം എല്ലാവർക്കും ഈ ഒരു ഡിഷ് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഉറപ്പായി നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ ഈ ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും